എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ GK പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748-ലാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇതിലെ ഏതൊക്കെയാണ് ശരിയെന്ന്? അതായത് കുളച്ചൽ യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി, അത് ശരിയാണ്. പിന്നെ എന്താണ്? ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡിഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? ബി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ആൻസർ സി, അമരാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. തെറ്റായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് എന്നുള്ളത് തെറ്റാണ്. അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതിയത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാരെ? ആൻസർ ഡി ആണ്, VP മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ ബി ആണ്, റൂസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരെ? ആൻസർ ഡി, അഡ്വക്കേറ്റ് K രാജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1 സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ബി ആണ്, പ്രസ്താവന 2 ആണ് ശരിയായിട്ടുള്ളത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം? ആൻസർ എ, തീവ്ര ഉപജീവന കൃഷി, ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ആൻസർ സി, മസ്ക്രീൻ ഹൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ആൻസർ എ, പശ്ചിമഘട്ടം. ആൻസർ എ ആണ്, പശ്ചിമഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതിലെ വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കു പർവ്വത നിര എന്നുള്ളത് ശരിയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വത നിര എന്നും പറയുന്നത് ശരിയാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടത് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ആൻസർ ബി ആണ്, CS മീനാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു.
ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആൻസർ ബി 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WTO നിലവിൽ വന്ന വർഷം. ആൻസർ ബി 1995. ലോക ബാങ്കിന്റെ മറ്റൊരു പേര്. IBRD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ആൻസർ സി ശക്തികാന്ത ദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ എ നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ആക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയായ പ്രസ്താവന ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ആൻസർ ബി ആണ്, അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ആൻസർ സി ആണ്, 1ഉം 2ഉം ആണ്. ഏക പൗരത്വ നിയമവും അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്നും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങള് ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. ആൻസർ ഡി ആണ്, 1ഉം 2ഉം ആണ്. വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫും.
കേന്ദ്ര ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ആൻസർ എ ആണ്. എല്ലാം ശരിയാണ് എന്നാണ്. ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ആൻസർ എ ആണ്. അതായത് 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളതും അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുവാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ട്. ആൻസർ സി ആണ്. അതായത് ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയും സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുവാനാണ് കമ്മീഷൻ രൂപീകൃതമായതും എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ആൻസർ സി ആണ്. അതായത് 1ഉം 3ഉം. എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആൻസർ ഡി ആണ്. ഓൾ ഓഫ് ദ എബവ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ആൻസർ ബി ആണ്. കാറ്റ്ലിൻ കാരിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ആൻസർ സി. കുനോ ദേശീയോദ്യാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്? ആൻസർ എ. ശലഭം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ സി ആണ്. തൈമോസിൻ തൈറോക്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? ആൻസർ ഡി. ഹൃദയാഘാതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ആൻസർ എ. ഫൈലേറിയൻ വിര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം? ആൻസർ ഡി. പിത്തരസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? മീറ്റർ, പ്രകാശവർഷം, കാൻഡില.
ആൻസർ സി ആണ്. മീറ്ററും പ്രകാശവർഷവുമാണ് ദൂരത്തിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ആൻസർ സി, പ്രകാശ പ്രകീർണനം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ആൻസർ എ ആണ്, 0.810. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ആൻസർ ഡി, PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്ത്? ആൻസർ ബി, പ്രഗ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ആൻസർ സി, -273 ഡിഗ്രി സെന്റിഗ്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്? ആൻസർ ബി, പ്രാതിനിധ്യ മൂലകങ്ങൾ. നെക്സ്റ്റ്, ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ആൻസർ ഡി, ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം? ആൻസർ ബി, കാർബൺ നാനോ ബഡുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ എ, മൗങ്കി ജി ഭവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേ യേക്കിമോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉചിതമായത് ചേർത്തെഴുതുക. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകന്നേ വരൂ. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. മഴക്കാലത്ത് മറക്കേണ്ട കുഞ്ഞെ, മനസ്സിർപ്പാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത് KR ടോണിയാണ്. പിന്നെന്താണ്? ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം, PP രാമചന്ദ്രൻ. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സിപ്പാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. അതാരാണ്? അൻവർ അലി. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. അത് പറഞ്ഞത് OP സുരേഷ്. അപ്പോൾ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു എന്നുള്ളതും പിന്നെന്താണ് അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ലെഗ് ബൈ, കാസ്ലിംഗ്, പിഞ്ചിങ്, സ്റ്റേൽമേറ്റ്. ആൻസർ ബി ആണ്. അതായത് കാസ്ലിംഗും പിന്നെന്താണ് സ്റ്റേൽമേറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏത്? ആൻസർ ബി, മുടിയേട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലക്രമം അനുസരിച്ച് എഴുതുക. ആൻസർ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമ താരക, കേരളമിത്രം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരവും സാമ്പത്തികവും ആയും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, പത്മശ്രീ. ആൻസർ ബി ആണ്. അതായത് കേരളശ്രീ എന്നുള്ളത് വൈക്കം വിജയലക്ഷ്മി, പിന്നെ എന്താണ് കേരളപ്രഭ എന്നുള്ളത് ഓംചേരി NN പിള്ള, കേരള ജ്യോതി എന്നുള്ളത് ആരാണ്? MT വാസുദേവ നായർ, പത്മശ്രീ എന്നുള്ളത് ആരാണ്? ചെറുവയൽ രാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി, മൈക്രോഫോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PDF-ന്റെ പൂർണ്ണ രൂപം? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ആൻസർ എ, സഫാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം? ജെമിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ആൻസർ എ, വോയൂറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ആൻസർ ബി, 50 ലക്ഷം രൂപ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണസമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ? ആൻസർ ബി, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. നെക്സ്റ്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ആൻസർ ബി, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ആൻസർ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ആൻസർ എ, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.